ഓഷൻ പ്രോ എന്ന് പറയുന്ന ഒരു സെപ്റ്റിക് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത് ഓഷൻ സീരീസിലുള്ള നമ്മളെ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി സെപ്റ്റി ടാങ്കായ ഓഷൻ പ്രോ അനറോബിക് സിസ്റ്റം എന്ന് പറയുന്ന സെപ്റ്റി ടാങ്കാണ് ഇത്. BR3 മുതൽ BR20 എന്ന് പറയുന്ന ഏകദേശം 900 ലിറ്ററിൽ തുടങ്ങിയിട്ട് 7500 ലിറ്റർ വരെ വാട്ടർ കപ്പാസിറ്റി ഉള്ള വാട്ടർ ടാങ്കുകളാണ് ഓഷൻ പ്രോ എന്ന് പറയുന്ന സീരീസിൽ നമുക്കുള്ളത്. അതിൽ BR3, BR5, BR7, BR10, BR15, BR20. BR3 എന്ന് പറയുന്നത് നമ്മൾ ഈ 3 ബെഡ്റൂം ഉദ്ദേശിച്ചിട്ടാണ് BR3 എന്ന് പറയുന്ന ഒരു സീരീസ്. 3 ബെഡ്റൂം ഏകദേശം 15 മുതൽ 25 ഫ്ലഷ് വരെ കപ്പാസിറ്റി. BR20 എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും വലിയ ടാങ്ക് ഏകദേശം 100 മുതൽ 150 ഫ്ലഷ് വരെ കപ്പാസിറ്റി ഉള്ളത്. അത് കമേഴ്ഷ്യൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ്. സാധാരണ വീടുകൾക്ക് BR3, BR5, BR7 വീടുകൾ വലിപ്പവും ബാത്റൂമിന്റെ എണ്ണം അനുസരിച്ചിട്ട് ഉപയോഗിക്കുന്ന സെപ്റ്റി ടാങ്കുകളാണ്. ഓഷൻ സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്നത് നമ്മൾ വാട്ടർ ടാങ്ക് ഉണ്ടാക്കുന്ന ഉപയോഗിക്കുന്ന അതേ സെയിം LLDP എന്ന് പറയുന്ന പ്രീമിയം മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ഈ സെപ്റ്റി ടാങ്ക് ഉണ്ടാക്കുന്നത്. ആകെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ടാങ്ക് ഇപ്പം ഒരു വാട്ടർ ടാങ്ക് നമ്മളിപ്പോൾ ഒരു 5 mm തിക്നെസ് ആണെങ്കിൽ ഈ ഓഷൻ സെപ്റ്റി ടാങ്ക് ഏകദേശം 10 മുതൽ 15 mm വരെ വാൾ തിക്നെസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു സാധാരണ ഒരു ചെടീൻ്റെ വേരോ ആലിൻ്റെ വേരോ അതൊന്നും പെട്ടെന്ന് ഈസി ആയിട്ട് തുളച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. പിന്നെ ഇത് 100% ലീക്ക് പ്രൂഫ് ആവും. ഇത് സാധാരണ നമ്മളിപ്പോൾ ഫെറോ സിമെന്റ് ടാങ്കോ അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കല്ലും കട്ടയും കോൺക്രീറ്റ് ടാങ്ക് ആയാൽ പോലും ഒരു ചെറിയ നനവോ ചോർച്ച ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിൽ സെപ്റ്റിക്കിലെ മാലിന്യം നമ്മൾ മണ്ണൂരി കലരാൻ വേണ്ടി വളരെ ചാൻസ് കൂടുതലാണ്. ഈ ഓഷൻ പ്രോ എന്ന് പറയുന്ന സീരീസിൽ ഇത് ഇത്രയും തിക്നെസ് ഇതുള്ളതുകൊണ്ട് ഇതിന് ആ ചാൻസ് വളരെ കുറവാണ്. ആ ചാൻസ് ഇല്ല എന്ന് തന്നെ പറയാം. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ കുഴിയെടുത്ത് അടിഭാഗം കോൺക്രീറ്റ് ചെയ്ത് നിരപ്പായ പ്രതലത്തിൽ തന്നെ ഇത് വെക്കണം. ക്ലീൻ ആക്കണമെങ്കിൽ ഈസി ആയിട്ട് ഈ അടപ്പ് തുറന്ന് ഇതിലൊരു മോട്ടറോ അല്ലെങ്കിൽ ഒരു കൂട്ടുവെള്ളം ഇറക്കി ക്ലീൻ ആക്കാനുള്ള സൗകര്യം കൂടി ഈ സെപ്റ്റി ടാങ്കിനുണ്ട്. പിന്നെ ഇതിൽ കറക്റ്റ് നമ്മൾ ഇന്ന് ഔട്ട് ഇതെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. 4 ഇഞ്ച് PVC പൈപ്പ് ബെൻഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നോട്ടും നോക്കി തന്നെ കണക്ട് ചെയ്യണം. അത് ഇന്നെന്ന് പറയുന്നത് നമ്മൾ ക്ലോസിൽ നിന്ന് ലൈന് കണക്ട് ചെയ്യാനും ഔട്ട് എന്ന് പറയുന്നത് ഈ സോക്ക് പിറ്റിലേക്ക് പോകാനുള്ള സംഭവമാണ്. ഈ സെപ്റ്റി ടാങ്ക് നമ്മൾ പറഞ്ഞല്ലോ ക്ലീൻ ആക്കേണ്ട ആവശ്യത്തിന് ഈസി ആയിട്ട് മൂടി അയച്ച് നമുക്ക് ക്ലീൻ ആക്കാം. ഇനി ഇതിന്റെ ഈ അറകളെ പറ്റി ഇത് ഒരു 3 അറയുള്ള സെപ്റ്റി ടാങ്ക് തന്നെയാണ്. അതിപ്പോൾ ഈ ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് വന്നാൽ ഇതിൻ്റെ അറകളെ പറ്റി നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ ഉള്ളിൽ ഈ 3 അറകളുണ്ടല്ലോ, അതിൽ നമ്മൾ ഇന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റിലത്തെ 2 അറകൾ വലിയ അറകളാണ്. ഇതിലേക്ക് കൂടി വേസ്റ്റ് സ്റ്റോറേജ് ആവുന്ന ഇവിടെയാണ്. 3ാമത്തെ അറ എന്ന് പറഞ്ഞാൽ അതിനെ കടന്ന് പറഞ്ഞിട്ടാണ് ക്ലീൻ വെള്ളം പുറത്തേക്ക് സോക്കറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എപ്പോഴും പ്ലംബറും ഇവരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് തന്നെ ക്ലോസിൽ കണക്ട് ചെയ്യാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കണം. അത് പിന്നെ ഇതിന്റെ തിക്നെസ് ഇപ്പം നമ്മൾ കാണുമ്പോൾ നോക്കി ഇതൊരു 10 mm കനുള്ള തിക്നെസ് ആണ്. സാധാരണ ടാങ്ക്മാർ ഒരു വേരോ ഒരു ചെറിയ ഇമ്പാക്ട് കൊണ്ട് ഇതിനൊന്നും സംഭവിക്കില്ല. പുറത്തുള്ള ഒരു മണ്ണിന്റെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസൈൻ തന്നെ അങ്ങനെ ഒരു ഡിസൈനാണ്.